സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. ചൊവ്വ ഗ്രഹം തൻ്റെ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ 40 ദിവസമാണ് നിൽക്കുന്നത്. 2026 മെയ് മാസം 11-ാം തീയതി മുതൽ ജൂൺ മാസം 20-ാം തീയതി വരെയുള്ള ദിവസം. അത് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ ഗ്രഹം. സൈന്യാധിപനാണ്, നേതൃസ്ഥാനം കൊടുക്കുന്ന ഗ്രഹമാണ്, അധികാരം കൊടുക്കുന്ന ഗ്രഹമാണ്, തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും ഗ്രഹമാണ്, പ്രവൃത്തികാരകനാണ്, സഹോദരകാരകനാണ്. അങ്ങനെ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഉത്തേജനം നൽകുന്ന, പ്രേരിപ്പിക്കുന്ന, വിജയിപ്പിക്കുന്ന, വിജയം കൊണ്ടുത്തരുന്ന ഒരു നായകത്വം തരുന്ന ഗ്രഹമാണ് ഈ ചൊവ്വ ഗ്രഹം. ആ ചൊവ്വ ഗ്രഹം മേടൻ രാശിയിൽ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഏതേത് രാശിക്കാർക്ക്, ഏത് നക്ഷത്രക്കാർക്കാണ് അഭിവൃദ്ധികൾ വന്നു ചേരുക? പല രീതിയിലാണ് ഓരോരുത്തർക്കും. അത് ഏതേത് കാര്യങ്ങൾ ആണ് എന്ന് വിചിന്തനം ചെയ്യാം. പൊതുവെ 8 രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് അഭിവൃദ്ധികൾ കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ഏറ്റവും പ്രധാനമായിട്ട് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അതായത് രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വ ഗ്രഹം അവിടെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപൻ കൂടിയാണ്. അത് സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്നൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിൽ ഈ 40 ദിവസത്തിനകം അപ്രതീക്ഷിതമായ വിജയങ്ങൾ, തൊഴിൽ വിജയങ്ങൾ, ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുമുള്ള കാര്യങ്ങൾ സാധിക്കുക, ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെടുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുക, സഹോദര സ്ഥാനീയർക്ക് അഭിവൃദ്ധി ഉണ്ടാകുക, ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ യോഗമുണ്ട്. മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ വിവാഹം ആലോചിക്കുന്ന ഓരോരുത്തർക്കും യോഗമുണ്ട്, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അതുപോലെ തന്നെ വിദേശത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണിത്. അത് രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ സ്വന്തം നാട് വിട്ടുപോയി പഠിക്കുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഒക്കെ അനുകൂലമാണ്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഉല്ലാസയാത്ര പോവുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഒരു നേതൃസ്ഥാനം ലഭിക്കും, നേതൃപാഠവും വർദ്ധിക്കും. കഴിവ് വർദ്ധിക്കുമ്പോഴാണ് ആ കഴിവിനനുസരിച്ച് പ്രൊമോഷൻ കിട്ടുക. ഈ കാലയളവിൽ ചെയ്ത ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ വന്നു ചേരുവാനും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട അവസരം വന്നു ചേരുകയോ ധനമേന്മ അതുമൂലം ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം. സ്വന്തമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് അത് ആരംഭിക്കുന്നതിനും അതിനുവേണ്ടി പരിശ്രമിച്ചാൽ വിജയിക്കുകയും അത് നല്ല നേട്ടത്തിൽ എത്തിച്ചേരുന്നതിനും പിന്നെ അത് ദീർഘകാലത്തേക്ക് ഉപകരിക്കുന്നതിനുമൊക്കെ ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് മേടം രാശിക്കാർക്ക് യോഗമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ രാശിക്കാർക്ക് ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ 11-ാം ഭാവം, അത് ഉപദേശസ്ഥാനമാണ്. ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് അവിടെ ചൊവ്വ വരുമ്പോൾ വ്യാഴം സപ്പോർട്ടീവാണ്, ധനസ്ഥാനത്തേക്ക് മാറുകയാണ്. അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും സേവനരംഗവുമായി ബന്ധപ്പെട്ട തൊഴിൽ പുരോഗതികൾ വന്നു ചേരുകയും മെഡിക്കൽ രംഗങ്ങളോ IT മേഖലകൾ, കൃഷി മേഖലകൾ, മറ്റ് സർവീസ് മേഖല, പോലീസ് ഓഫീസേഴ്സ്, മിലിറ്ററിക്കാർ, ഡ്രൈവിംഗ് ജോലികൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ അഭിവൃദ്ധികരമാണ്. പല രീതിയിലും ധന ആഗമന യോഗവും. ഭർത്തവ്യമകരം വിത്തം വാണി ചക്ഷുഷദിശ, വാക്കുകൊണ്ട് ജോലികൾ ചെയ്യുന്നവർ, അധ്യാപകർ, അതുപോലെ തന്നെ പ്രസംഗികർ, രാഷ്ട്രീയക്കാർ, അഡ്വക്കേറ്റ്, അങ്ങനെ പോകുന്നു ആ വലിയ ശൃംഖല. അവർക്കൊക്കെ പുരോഗതികൾ വന്നു ചേരും. അതുപോലെ തന്നെ പ്രധാനം അവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായി ഒരു നല്ല വിദ്യാവിജയം വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത്
മിലിറ്ററിയിലേക്കോ പോലീസിലേക്കോ ഒക്കെ ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നവർക്ക് ഈ 40 ദിവസം വളരെ പ്രധാനമാണ്. പാസ്സാകുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് വിജയിക്കുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുന്നതിനും ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു. അതുപോലെ മറ്റൊരു രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കർക്കിടകം രാശിക്കാർ പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥാനം, ദേവാലയം, നഗരസഭ, മാർഗാലയം, സർവകർമാണി, ആജ്ഞാലംബനം, ഏതസർവം ചിന്തനീയം, ദശമേന എന്ന പ്രമാണപ്രകാരം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധികൾ വന്നു ചേരും. നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, അധികാരത്തിൻ്റെയും സൈന്യാധിപനാണ്, ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ്. പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ, പോലീസിൽ ജോലി ചെയ്യുന്നവർ, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, ഒരു നേതൃസ്ഥാനത്തിരിക്കുന്നവർ, ഗവൺമെൻറ് തസ്തികളിൽ, പ്രൈവറ്റ് മേഖലകളിൽ തത്തുല്യ പദവിയോടുകൂടി പ്രൈവറ്റ് മേഖലയിൽ നല്ല കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അധികാരമെടുത്ത് വിനിയോഗിക്കുന്നതിനും അത് വിജയിക്കുന്നതിനും കമ്പനിയെ നേരായ രീതിയിൽ അല്ലെങ്കിൽ സ്ഥാപനത്തെ നേരായ രീതിയിൽ നയിക്കുന്നതിനും ഒക്കെ നല്ല അവസരങ്ങൾ വന്നു ചേരും. അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. കൃഷിഭൂമി വന്നു ചേരുക, കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുക, അങ്ങനെ നിരവധി നേട്ടങ്ങളാണ് ഈ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുക. വിദേശത്ത് പോകുവാനും ഒക്കെ അനുകൂലമാണ്. മറ്റൊരു രാശിക്കാരാണ് ചിങ്ങം രാശി. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അത് 9-ാം ഭാവം, ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനാണ് ചൊവ്വാഗ്രഹം. അങ്ങനെയുള്ള ചൊവ്വ ഭാഗ്യഭാവാധിപൻ തന്നെയല്ല, കേന്ദ്രാധിപത്യ ശുഭത്വം, സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം, 4-ാം ഭാവത്തിൻ്റെ കൂടി അധിപനാണ്. അപ്പോൾ കേന്ദ്ര ത്രികോണാധിപനാണ്, രാജയോഗകാരകനാണ്. അത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. 40 ദിവസമുണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് ദൈവാധീനം പൂർണ്ണമായിട്ടുള്ള സമയം. അഭിവൃദ്ധികൾ, വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്ന ഈ ചിങ്ങം രാശിക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ദുഃഖിക്കാതെ കിട്ടുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, സാഹസികമായ രീതിയിൽ വിനിയോഗിക്കുക. നിങ്ങൾ വിജയിക്കും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്ത് സഹോദര സ്ഥാനീയർക്ക് ഉയർച്ചയുണ്ടാകും, സുഹൃത്തുക്കൾ സഹായത്തിനുണ്ടാകും. അതുപോലെ വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ലതാണ്. വിദേശത്ത് പോകുവാൻ ഏറ്റവും അത്യുത്തമമായിരിക്കുന്ന നല്ല ഇണങ്ങി വരുന്ന നല്ല സന്ദർഭങ്ങളാണ് വരുന്നത്. സർട്ടിഫിക്കറ്റുകളൊക്കെ കിട്ടുന്നതിനും വിസയൊക്കെ കിട്ടുന്നതിനും പേപ്പർ വർക്കുകളൊക്കെ പെട്ടെന്ന് നടക്കുന്നതിനൊക്കെ ഈ ചിങ്ങം രാശിക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സമയമാണ് ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ട് കാണുന്നത്. മറ്റൊരു രാശിക്കാരാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം തുലാം രാശിക്കാർ ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 2-ാം ഭാവാധിപത്യം കൊണ്ട് ധനസ്ഥാനാധിപത്യവും അതുപോലെ തന്നെ നിവൃത്തിസ്ഥാനാധിപത്യമുള്ള ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിവൃത്തിസ്ഥാനത്ത് നിൽക്കുമ്പോൾ വളരെ ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു സന്ദർഭമാണല്ലോ. 9-ാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത്. അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വയുടെ അനുഗ്രഹത്താൽ ആരോഗ്യം വർദ്ധിക്കുക, തേജസ്സും ഓജസ്സും വർദ്ധിക്കുക, അതുപോലെ തന്നെ കലാകാരന്മാരായിരിക്കുന്നവർക്ക് അനുകൂലം വരിക, പ്രസിദ്ധി വന്നു ചേരുക, കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളൊക്കെ ആണ് എങ്കിൽ പോലും ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂ പാസ്സായി നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തോടുകൂടി ജോലി, അധികാരത്തോടു ജോലി, അധികാരം ഏറ്റെടുത്തു, പ്രവർത്തിച്ചു, വിജയിച്ചു, പ്രമോഷൻ വന്നു ചേരുക, നല്ല നല്ല ഇടപാടുകളിൽ എഗ്രിമെൻ്റ് പേപ്പറുകളിൽ സൈൻ ചെയ്യുവാൻ അവസരം വന്നു ചേരുക. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ചൊവ്വയെ കൊണ്ട് ഈ തുലാം രാശിക്കാർക്ക് വന്നു ചേരുക. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായിരിക്കും. അതുപോലെ തന്നെ ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും വിജയമാണ്. വിദേശത്ത് പോകുവാനും അനുകൂലമാണ്. മറ്റൊരു
രാശിക്കാരാണ് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യസ്ഥാനമായ 5-ാം ത്രികോണ സ്ഥാനത്തിലാണ് ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ രാശ്യാധിപൻ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു, സുഖസ്ഥാനാധിപത്യം കൂടി വഹിച്ച ആ വ്യാഴം. അപ്പോൾ 12-ാം ഭാവത്തിൻ്റെ ആധിപത്യം സ്ഥാനഭ്രംശ സ്ഥാനം എന്നാണ് പറയുന്നത്. ചില ദുഃഖങ്ങളും ദുരിതങ്ങളും മാനസിക ക്ലേശങ്ങളും ഒക്കെ കുടുംബത്ത് സന്തോഷകരമായിട്ട് ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അകന്ന് ജീവിക്കേണ്ട അവസരങ്ങൾ, അതായത് വിദേശവുമായി ബന്ധപ്പെട്ടോ സ്വന്തം നാട് വിട്ടോ ജോലിക്കോ പ്രൊമോഷൻ ട്രാൻസ്ഫർ ഒക്കെ വന്നു ചേരുക, അതുപോലെ ജോലി പുതിയതായിട്ട് കിട്ടുന്നത് കുറച്ച് അകലെയായിപ്പോയി, അങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഒരു ചെറിയ ദുഃഖങ്ങളൊക്കെ വരാം. എന്നിലും അതൊക്കെ ഒരു നല്ല കാര്യത്തിനായിട്ട് ഈ ചൊവ്വ അനുഗ്രഹിക്കും. വിദേശത്ത് പോകുവാനും സ്വന്തം നാട് വിട്ട് ജോലി കിട്ടുവാനും അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് നിന്ന് ചില പരീക്ഷകളൊക്കെ മധ്യവയസ്കരായിരിക്കുന്നവരൊക്കെ തൊഴിൽ വിജയത്തിനും പുരോഗതിക്കും പ്രൊമോഷനും വേണ്ടിയൊക്കെ എഴുതുന്നവർക്കും അത് പാസ്സാകും. തൊഴിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി എടുക്കണം, മറ്റൊരു കമ്പനിയിലേക്ക് നല്ല ശമ്പളത്തോടെ മാറിയെടുക്കണം എന്ന് വിചാരിച്ച് പരീക്ഷ എഴുതുന്നവർക്കും അനുകൂലമാണ്. മറ്റൊരു പ്രധാനമായ കാര്യം, അധിക ശോക ദുഃഖ താപ വ്യയങ്ങളൊന്നും സൂചകമല്ല. ആ മനസ്സിലിണങ്ങിയ ഒരു ആഗ്രഹം സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. അതായത് നിങ്ങൾക്ക് ദീർഘനാളുകളായിട്ട് ചില ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അത് ഈ 40 ദിവസത്തിനകം പരമാവധി ശ്രമിക്കുക. സാധിക്കുവാനുള്ള എല്ലാ വഴികളും ഈ ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകും. അത് വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ഇപ്പോൾ നല്ലതുപോലെ ഉള്ളതാണല്ലോ. അപ്പോൾ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് യോഗമുണ്ട്. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നത്. ഈ നക്ഷത്രക്കാർക്ക് 4-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപനായിരിക്കുന്ന ചൊവ്വ സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ശുക്രൻ്റെ ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ രോഗാവസ്ഥകൾ മാറുക, തേജസ്സും ഓജസ്സും വർദ്ധിക്കുക, അതുപോലെ പ്രസിദ്ധി വന്നു ചേരുക, നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടുക, മേലധികാരികളിൽ നിന്നും ചില അംഗീകാരങ്ങൾ കിട്ടുക, കീഴ് ജീവനക്കാരെയും സഹപ്രവർത്തകരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുവാൻ സാധിക്കുക, വാക്ക് കൊടുക്കുന്നത് പാലിക്കാൻ പറ്റുക, സുഹൃത്തുക്കളും സഹോദരസ്ഥാനിയും സഹായിക്കുക, അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുന്നതിനോ യോഗമുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. അത് ധനാഗമന യോഗമാകാം, പുതിയ പുതിയ കരാറുടമ്പടികൾ ഒപ്പുവയ്ക്കുക, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ്, എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ്, വാഹനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ നടത്തുന്നവർ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവർ, സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്നവർ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകാർ, അതുപോലെ തീരദേശവുമായി ബന്ധപ്പെട്ട മറ്റ് വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾക്കായാലും അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് ഈ 40 ദിവസം ഉണ്ടാകുക. വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. മറ്റൊരു രാശിക്കാരാണ് മീനം രാശിക്കാർ. മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി, 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്കും അഭിവൃദ്ധി ഉള്ള ഒരു മാസമാണ് ഈ സമയം. അതായത് 40 ദിവസമുണ്ട്. ഈ ചൊവ്വാഗ്രഹം അത് ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്, ഭാഗ്യാധിപനാണ്. ഏഴരശനിയൊക്കെ അനുഭവിക്കുന്ന സമയമാണ് എങ്കിൽ പോലും പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു സമയമായതുകൊണ്ട് അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല. നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകാം. അതിലൊക്കെ ദുഃഖിച്ച് മനസ്സ് മടിച്ചിരിക്കാതെ ഈ ചൊവ്വയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനായിട്ട് പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയോ പുതിയ പുതിയ ജോലിക്കായി അന്വേഷിക്കുക. ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും പുതിയ ജോലി കിട്ടുവാൻ യോഗമുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ യോഗമുണ്ട്. ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളോ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ നടത്തി പരാജയപ്പെട്ട് പൂട്ടിക്കെട്ടിപ്പോയതാണെങ്കിൽ പോലും പുനരാരംഭിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് നല്ല വരുമാനം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതിനും, അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുക, ഗൃഹം പുതുക്കിപ്പണിയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ കുടുംബക്കാരോ ഒക്കെ, മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ സഹായങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ ലഭിക്കുന്ന ഒരു സമയമാണ്.
കൂടാതെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ നാനാവിധ രീതിയിലുള്ള പുരോഗതികളൊക്കെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് ഈ മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. അതായത് ഏഴര ശനിയൊക്കെ ഉണ്ടല്ലോ, അപ്പം വന്നു ചേരുന്നതൊക്കെ കൂടെ നിൽക്കുന്നവർ തട്ടിക്കൊണ്ടു പോകുവാൻ സൂചനയുണ്ട്. അലസത കൂടും, ശ്രദ്ധ കുറയും. കൂടെ നിൽക്കുന്നവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കും. അവർ കാര്യം കാണുകയും ചെയ്യും. നിങ്ങളുടെ കാര്യം വരുമ്പോൾ വട്ടപൂജ്യമാകാതെ നിങ്ങളുടെ കാര്യം നോക്കി സ്വന്തമായി പ്രവർത്തിക്കുക, വിജയിക്കും. നല്ല അനുഗ്രഹങ്ങളൊക്കെ ഉള്ള സമയമാണ്. ചൊവ്വ അനുഗ്രഹിക്കും, വ്യാഴഗ്രഹം അനുഗ്രഹിക്കും, ശുക്രൻ്റെ അനുഗ്രഹവുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മീനൻ രാശിക്കാരായിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കുവാൻ നല്ല അനുഗ്രഹമുള്ള സമയമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ശാസ്താവൻ നീരാഞ്ജനം പോലെയുള്ള വഴിപാട് ചെയ്യുക. ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ, ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാനായിട്ട് ഗ്രഹനില നോക്കുന്നതിനും പൊരുത്തം നോക്കുന്നതിനോ മുഹൂർത്തം നോക്കുന്നതിനോ, തൊഴിൽ തടസ്സമായാലും വിദ്യാ തടസ്സമോ അതുപോലെ വിവാഹ തടസ്സമൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. ഓൺലൈനായിട്ട് നേരിട്ട് സംസാരിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.